സംസ്ഥാനത്ത് ഏറ്റവും അധികം വികസന പ്രക്രിയ ആവശ്യമുള്ള ജില്ലയാണ് വയനാട്. കാർഷിക മേഖലയിലെയും വിനോദസഞ്ചാര മേഖലകളിലെയും അപാരമായ സാധ്യതകൾ ഒരുപാട് തെളിയിക്കുന്ന ഭൂപ്രദേശവും. ഭാഗ്യം പോലെ ഈ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു മന്ത്രി നമുക്കിപ്പോഴുണ്ട്. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി കുമാരി പി കെ ജയലക്ഷ്മി. പോരാട്ട വീര്യവും സമരവീര്യവും പൈതൃകമായി സിദ്ധിച്ചിട്ടുള്ള ഈ മന്ത്രി താൻ ഏറ്റെടുത്ത വകുപ്പിന്റെ വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണിപ്പോൾ. 20 അംഗ മന്ത്രിസഭയിലെ ഏക വനിതാ പ്രാതിനിധ്യം, ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം പിടിച്ച വ്യക്തി, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഈ മന്ത്രിക്ക്. ഇന്നത്തെ ഓണത്തോണിയിലൂടെ കേരള സംസ്ഥാന പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി കുമാരി പി കെ ജയലക്ഷ്മി നമ്മോട് സംസാരിക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ച്, ഒപ്പം വയനാട്ടിലെ ഓണസ്മരണകൾ. നമസ്കാരം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിയമസഭയിലേക്ക് ഇങ്ങനെ ഒരു പേര് കടന്നു വന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ഞാനിതിനൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു MLA ആവുന്ന പിന്നെ ഇതിൻ്റെ ഒരു മന്ത്രിയാവുമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല. ദൈവാനുഗ്രഹം കൊണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. അതിന് പിന്നെ ദൈവാനുഗ്രഹത്തോടൊപ്പം ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും അതോടൊപ്പം ഒരുപാട് ആളുകളുടെ സഹായവും പിന്തുണയും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിവിടെ എത്താൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഒരു പട്ടികവർഗ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞ ഏറ്റവും എന്താ പറയുക, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പൊതുവെ സ്ത്രീകളൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് അങ്ങനെ കടന്നു വരാറില്ല. പക്ഷെ അതൊരു യാദൃച്ഛികമായിട്ടാണ് എനിക്ക് കടന്നു വരാൻ സാധിച്ചത്. അത് വന്നതിന് ശേഷം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് എന്തെങ്കിലും എന്നിലൂടെ ഒരു നന്മ ചെയ്യുക എന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അത് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ 5 വർഷത്തുള്ള പ്രവർത്തനങ്ങൾ. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്തുള്ള KSU പ്രവർത്തനങ്ങൾ, അതായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം? അതെ, KSUവിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഭാരവാഹിത്വമൊന്നുമില്ല. പക്ഷെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായ ഒരു കോൺഗ്രസ് കുടുംബം എന്ന നിലയിൽ ഞാൻ കോളേജിൽ ചേർന്നപ്പോൾ KSU പ്രവർത്തകയായിരുന്നു. പക്ഷെ ഭാരവാഹിത്വമൊന്നും ഞാൻ ഏറ്റെടുത്തിരുന്നില്ല. പിന്നെ യൂത്ത് കോൺഗ്രസിലൂടെയാണ് എനിക്ക് ഭാരവാഹിത്വം ലഭിച്ചത്. അത് വയനാട് പാർലമെന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. അത് രാഹുൽ ഗാന്ധിന്റെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസിലൂടെ നടന്നതിന് ഫലമായി 2005-ലല്ല 2010. ശരി. ഈ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബം എന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, പഴശ്ശി പരമ്പരയിലെ പ്രധാന കണ്ണിയായ തറവാട്, ഒരുപാട് അംഗങ്ങളുള്ള കുരിശ്യ ഗണത്തിൽപ്പെട്ട അല്ലെ പാലോട്ട് തറവാട്ടിലെ അംഗം, 5 സഹോദരങ്ങൾ, അച്ഛനും വലിയച്ഛനും ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയ സ്ഥാനാർത്ഥിത്വം അടുത്ത തലമുറയിലൂടെ നേടിയെടുത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുടുംബമല്ലേ? അതെ, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ 200 അംഗങ്ങളുള്ള ഒരു ഫാമിലിയാണ്. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ മുഴുവൻ ആളുകളുടെ സപ്പോർട്ടില്ലാതെ എനിക്കൊരിക്കലും നിലയിലെത്താൻ, എൻ്റെ കുടുംബത്തിൽ നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് സഹായിക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ വലിയച്ഛനാണ് ആദ്യം ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പരിഗണിച്ചിരുന്നത്. പക്ഷെ ചില നിർഭാഗ്യവശാൽ അവർക്ക് വരാൻ സാധിച്ചില്ല. ഇതിൻ്റെ അതൊരു ഭാഗ്യം, എന്നിലൂടെ വന്ന് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് എൻ്റെ കുടുംബം കരുതുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക എന്നുള്ളതാണ് ദൗത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പേരുണ്ട് എന്ന് പറഞ്ഞപ്പോ സെലക്ഷൻ കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ സെലക്ഷൻ കിട്ടരുതേ എന്ന് മാത്രമല്ല, പിന്നെ എൻ്റെ നോമിനേഷൻ കൊടുത്തപ്പോൾ എന്നോട് ചില ആളുകൾ ചോദിച്ചു, നോമിനേഷനൊക്കെ കൊടുത്തല്ലോ, ഇനി പിന്നെ നന്നായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞവരോട് എൻ്റെ നോമിനേഷൻ എങ്ങനെയും തള്ളിപ്പോയാൽ മതിയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു സാഹചര്യം, എനിക്കൊന്നാമത് പ്രത്യേകിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണ്. എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ട് അതൊക്കെ നമുക്ക് അറിയില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ഭയം ആദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പിന്നെ ഒരിക്കലും നമ്മൾ ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. സാധാരണ നമ്മൾ പല ജില്ലകളുടെ കാര്യം എടുത്താലും പറയും കുറച്ചും കൂടെ വികസനം ആവശ്യമാണ് ഈ സ്ഥലത്തിന് അല്ലെങ്കിൽ ഈ ജില്ലയ്ക്ക് എന്ന് പറയും. പക്ഷെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും ഇപ്പോഴും ഇല്ല. കുടിവെള്ളമില്ല, കാൽനടയ്ക്കുള്ള റോഡ് പോലും ഇല്ല, പലയിടത്തും താമസിക്കാൻ കുടിലുകളില്ല, ഉള്ള കോളനികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അങ്ങനെ വളരെ ശോചനീയമായ അവസ്ഥ, അത്യത്യാവശ്യമായ കാര്യങ്ങൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും കേരളത്തിലെ.
ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ലയിൽ നമുക്ക് എടുത്തു കാണിക്കാൻ ഒന്നുമില്ല. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അറിയാം, ഒന്നുമില്ല. അവിടുത്തെ വയനാട്ടിലെ ജനങ്ങൾ ഒരു 90% ജനങ്ങളും കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നതാണ്. അവരെ സംബന്ധിച്ച് നമുക്കറിയില്ല, വിലയുടെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല. വളരെ ദയനീയ അവസ്ഥയാണ്. അപ്പൊ എല്ലാം ഓരോ മേഖല, ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചാലും ശരി, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖല എന്ന് വെച്ചാൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലും അവിടെ വയനാട് ജില്ലയില്ല. ഒരു രോഗി പിന്നെ പ്രത്യേകിച്ചും ആക്സിഡന്റ് പോലുള്ള കേസുകൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ആശ്രയിക്കേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അവിടുന്ന് ആ ചുരം ഇറങ്ങി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മരിക്കേണ്ട ആളുകൾ മരിച്ചിട്ടുണ്ടാകും. അത്രയേറെ ബുദ്ധിമുട്ടാണ് അവര് കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നത് തന്നെ. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ പല കോളനികളിലും പോയിരുന്നു. അവിടുത്തെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഭൂമിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്, അതോടൊപ്പം വീടില്ലാത്ത കുടുംബങ്ങളുണ്ട്. പിന്നെ വീടുണ്ടെങ്കിൽ പോലും അവരുടെ പുതിയ വീട് കെട്ടണമെങ്കിൽ പോലും അവർക്ക് കോളനികളിലേക്ക് പോകാനുള്ള റോഡിന്റെ അവസ്ഥ വളരെ ദയനീയം. നമുക്ക് ഒരു 10 എന്റെ മണ്ഡലത്തിൽ 150ഓളം കോളനികളുണ്ട്. പക്ഷെ അവിടെ പോലും ഒരു കോളനി നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി തിരിച്ചു വരാൻ കഴിയില്ല. അത്രയേറെ ബുദ്ധിമുട്ടാണ്. എന്തിനു പറഞ്ഞാൽ എന്റെ വീട്ടിൽ പോലും ഞങ്ങളൊരു 200 അംഗങ്ങളുള്ളൊരു ഇതാണ്. അപ്പൊ 100ഓളം കുടുംബങ്ങളുണ്ട്. പക്ഷെ അവിടെ പോലും നമുക്ക് പോകാൻ പറ്റാത്ത മഴക്കാലമൊക്കെ അത്ര ദുർഘടമാണ് വഴികൾ. 5 വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു ഭീകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് എന്തിലാണ് ആദ്യം വികസനം നടക്കേണ്ടത്? ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യം അത് തന്നെയാണ്. പ്രത്യേകിച്ചും വയനാട് ജില്ല മാത്രമല്ല, കേരളത്തിൽ ആദിവാസികളുടെ എൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് പട്ടികവർഗ വകുപ്പാണ്. ഞാൻ ആഗ്രഹിച്ച വകുപ്പ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാവണം. പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് ഭൂമിയില്ലാത്ത കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഭൂമിയിൽ നമുക്ക് 100% പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു 70% അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടിവെള്ളം ഉണ്ടാവണം, കോളനിയിൽ റോഡ് ഉണ്ടാവണം, പിന്നെ അവർക്ക് അവർക്ക് വൈകുന്നേരങ്ങൾ ഒത്തുകൂടുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാവണം. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് സ്വയം തൊഴിലാണ്, അങ്ങനെ എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ നേരിട്ട് കണ്ട് വയനാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ഒരു പ്രപ്പോസൽ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നൽകുകയാണെങ്കിൽ, നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നല്ല രീതി ഉദ്ദേശിക്കുന്ന ഒരു 2500ഓളം മോഡൽ കോളനീസ്, ഈ പറഞ്ഞ എല്ലാ ഓൾ ഫെസിലിറ്റീസുള്ള മോഡൽ കോളനീസാണ് ഉദ്ദേശിക്കുന്നത്. അത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ആദിവാസി കോളനികളിലെ ആദിവാസി സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വയനാട്ടിലെ മണ്ണിന്റെ പ്രശ്നം പറയുന്നത് പോലെ തന്നെയാണ് പെണ്ണിന്റെ പ്രശ്നം. ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നത് ആദിവാസി സ്ത്രീകളാണ് എന്നുള്ളത് നമുക്ക് പരമമായ സത്യമാണ്, കാണുന്നതാണ്. ഒരു സ്ത്രീ പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീർച്ചയായിട്ടും സാധിക്കണം. എത്തരത്തിൽ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ വയനാട്ടിൽ ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ മണ്ഡലമായ തിരുനെല്ലി മണ്ഡലത്തിലൊക്കെ ഞാൻ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ അവിടെ വിവാഹിതരല്ലാത്ത അവിവാഹിതരമ്മമാർ ഉള്ള ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവരുടെ അവസ്ഥ, അവരുടെ കോളനികൾ പോയപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. അതുകൊണ്ട് ഞാൻ CM-ന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു. അപ്പോൾ CM ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി അനിൽകുമാർ സാറ് ഞാനടക്കമുള്ള ആളുകൾ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവർക്ക് ഇപ്പം നിലവിൽ അവർക്ക് ആദ്യം 300 രൂപ പെൻഷൻ കൊടുത്തിരുന്നു. പെൻഷൻ കൊടുത്ത് നമ്മൾ അതിൽ നിന്നും ഒരു ക്ഷേമ പദ്ധതിയായിട്ട് ഒരു 1000 രൂപ, ഈ 1000 രൂപ കൊടുത്തു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പം 1000 രൂപ കൊടുക്കുന്നത് അവർക്ക് ഒരു പരിധി വരെ ചെറിയൊരു വീട്ടിൽ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള വീട്ടിലിരിക്കും ഒരു 100 രൂപ കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. അതേപോലെ ഈ 1000 രൂപ അവർക്ക് ഒരു മാസം കിട്ടുവാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. അതോടൊപ്പം അവരുടെ പുനരധിവാസം,
ഭൂമി ഇല്ലാത്ത അമ്മമാർക്ക് 1 ഏക്കർ ഭൂമിയെങ്കിലും, അതോടൊപ്പം അവർക്ക് വീട്, പിന്നെ അവരുടെ കോളനിയിലെ കുടിവെള്ളം, മറ്റു അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം. അതാണ് മെയിൻ ഉദ്ദേശം. നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അവർക്കൊരു പുനരധിവാസ പദ്ധതി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് നടപടിക്രമം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെൻറ് 100 ദിന പരിപാടിയിൽ ആദ്യത്തെ പിന്നെ നമ്മളെ പെൻഷൻ്റെ ലിസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. 100 ദിന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതോടൊപ്പം ബാക്കിയുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഏത് മന്ത്രിസഭ വന്നാലും പൊതുവെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിന് തുടക്കം കുറിക്കാനും അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ട് പ്രാവർത്തികമാക്കാനും കാലതാമസം നേരിടുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. പിന്നോക്ക വിഭാഗത്തിന്റെ കാര്യത്തിലായാലും മുന്നോക്ക വിഭാഗത്തിന്റെ കാര്യത്തിലായാലും സംഭവിക്കുന്ന ഒന്നാണ്. അപ്പം നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ വെച്ചിട്ട് ഏറ്റവും എളുപ്പമായ രീതിയിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നമ്മളൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനമായിട്ട് നമ്മളത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അതിന്റെ പേരിൽ അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യം കിട്ടാതെ എത്രയും പെട്ടെന്ന് കിട്ടണം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ ഈ ചികിത്സയുമായിട്ട് ഒരുപാട് ആളുകൾ, ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ എനിക്ക് ചികിത്സേൻ്റെ ഒരു പിന്നെ അപേക്ഷയൊക്കെ തന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ അവരെ വിളിച്ചു ചേർത്ത്, പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ടീമിൽ വിളിച്ചു ചേർത്ത് ഞാൻ പറഞ്ഞു, അവർക്ക് കിട്ടേണ്ട ധനസഹായം ഞാൻ ഇവിടുന്ന് ഓർഡർ ഇട്ട് തരും. നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ അവർക്ക് അവരുടെ ഓഫീസുകളിൽ എത്തിയിരിക്കണം. അതായത് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലെത്തിക്കുക. അവർ അത് കൈപ്പറ്റും. ഒരു രേഖയില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞു വെക്കരുത്. അത് നോക്കിയിട്ട് ഫയൽ നോക്കിയിട്ട് അത് കുറച്ച് കഴിയിട്ട് ആ ഒരു സംവിധാനം വേണ്ട. അതുപോലെ തന്നെ റേഷൻ കാർഡ് പിന്നെ എൻ്റെ സ്റ്റാഫിൽ ഒരാളെ തന്നെ ഞാൻ ചുമതലപ്പെടുന്നുണ്ട്. എല്ലാ ജില്ലയിലും ആദിവാസി കോളനികൾ റേഷൻ കാർഡ് ഇല്ലാത്ത കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടോ ഉറപ്പ് വരുത്തുന്നതിനും, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരാളെ തന്നെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിന്നാക്ക വിഭാഗത്തിന്റെ കാര്യം പറയുമ്പോൾ വയനാട് മാത്രമല്ല, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, ഇവിടെ എല്ലാം. പക്ഷെ അത് ഇത്രത്തോളം ശോചനീയമല്ല അല്ലേ അവിടുത്തെ അവസ്ഥകൾ? പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ പോയിരുന്നു. പക്ഷെ എനിക്ക് വയനാടിന്റെ അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. കുറച്ചുകൂടി ഡെവലപ്മെന്റ് ആണ് അവര്. മറ്റേ വികസന കാര്യത്തിലാണെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോഴേ, ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ മറ്റുള്ള കോളനികൾക്കൊന്നും എനിക്ക് തോന്നുന്നു വയനാടുള്ളതിനേക്കാളും വെൽഫെയർ അസോസിയേഷനുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ കാര്യമായിട്ട്? ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ അവരെ കുറെ ആളുകൾ ഞാൻ കണ്ടിരുന്നു. അഗാഡ്സ് പോലെയുള്ള സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ വീടൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നല്ല വീടുകളാണ് അവരെ പണിത് കൊടുത്തത്. പിന്നെ ഓരോ ചില കോളനികളിലൊക്കെ കയറിയപ്പോൾ അവർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് ഉള്ള ഒരു ഇതായിട്ട്. പക്ഷെ എത്രത്തോളം അത് വിജയിച്ചു എന്ന് പറയാം. എന്നാൽ പോലും കുറച്ചെങ്കിലും അവർക്ക് അവിടെ ഒരു 100 കുടുംബം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നേരിട്ട് കണ്ടതെല്ലാം നന്നായിരുന്നു. ഇപ്പം യുവജനക്ഷേമ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചത് ഒരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ടോ? ഒരുപാട് സഹായം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിലേക്ക് വരാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും യുവജനങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം യുവജനങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ട്രെയിനിങ് സെൻറ്റർ പോലെയുള്ള അങ്ങനെ ഒരു സംവിധാനമൊന്നും മറ്റുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓൾ ഫെസിലിറ്റീസ് ഉള്ള ഒരു പിന്നെ ട്രെയിനിങ് സെൻറ്റർ കേരളത്തിൽ ഉണ്ടാവണം. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. എൻ്റെ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വകുപ്പാണ്. ആ വകുപ്പിൽ നമുക്ക് പിന്നെ ഇവർക്ക് യുവജനങ്ങൾക്ക് നമുക്ക് തൊഴിലൊന്നും കൊടുക്കാൻ പരിമിതികളുണ്ട്. അപ്പം അതിലേക്ക് ഇതുപോലെ ട്രെയിനിങ് സെൻ്ററൊക്കെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ മറ്റുള്ള കരിയർ ഗൈഡൻസ്, PSC പോലുള്ള എൻട്രൻസ് അങ്ങനെയുള്ള പിന്നെ കോഴ്സുകളിൽ ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം, ഇതുപോലുള്ള ട്രെയിനിങ് സെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഒരുപാട് സാധ്യതകളുള്ള ഒന്നാണ് നമ്മുടെ മ്യൂസിയവും കാഴ്ച ബംഗ്ലാവും എല്ലാം. അതെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിൽ ഒരുപാട് മെച്ചമാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? ശരിയാണ്, ഒരുപാട് സാധ്യതയുള്ളൊരു സ്ഥലമാണ്. നമുക്കത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി തന്നെ പ്രത്യേകിച്ചും അവിടെ കുടിവെള്ള സൗകര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അതൊക്കെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെയുള്ള പിന്നെ ഈ വികലാംഗരായ ആളുകൾ വരുമ്പോൾ അവർക്ക് പിന്നെ മ്യൂസിയം കാണാനുള്ളൊരു
ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിനൊരു വീൽ ചെയർ പോലുള്ള സംവിധാനങ്ങൾക്ക് ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. പലരും വന്ന് മരത്തിന്റെ ചുവട്ടിലിരിക്കും. എല്ലാവർക്കും അതേപോലെ കാണുള്ള അങ്ങനെ ഒരു വിഷയം. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അതെങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടത് നമ്മൾ ചെയ്യാൻ വേണ്ട രീതിയിൽ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വയനാടിൻ്റെ ശോചനീയമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശമാണത്. ഒരുപാട് സമ്പത്തുകൾ വയനാട്ടിലുണ്ട്. അവിടെ താമസിക്കുന്നവർക്കത് അവളെ ആസ്വദിക്കാനുള്ള ഭാഗ്യവുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ കുരിശ്യ ഗണത്തിൽപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ആയോധന കലകളിൽ പാരമ്പര്യമായിട്ട് ഒരു പ്രാവീണ്യം ഉണ്ടാകുന്ന ഒരു ഗണമല്ലേ അത്? അതായത് അമ്പെയ്ത്തിലും മറ്റു പലതിലും. കാരണം അത് കൈകാര്യം ചെയ്യുന്ന അറിയാം, അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. കാരണം പിന്നെ അതിൽ ഈ നാഷണലിലെ പിന്നെ ഒളിമ്പിക്സിൽ തന്നെ പങ്കെടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികളുണ്ട് വയനാട്ടിൽ. അതിന് പിന്നെ കഴിഞ്ഞ നാഷണൽ മീറ്റ്, അമ്പെയ്ത്ത് നാഷണൽ മീറ്റിൽ നല്ല പോയിന്റ്സ് മേടിച്ച വ്യക്തികളുണ്ട്. പക്ഷേ അത് പൊതുവെ ചില അവിടെ വയനാട്ടിനെ സംബന്ധിച്ചറിയാലോ, അതാരും അത്ര തഴയപ്പെട്ടിരുന്നു. പക്ഷെ അതുകൊണ്ട് അതിനൊരു പ്രത്യേക മുൻഗണന ഞാൻ പിന്നെ സ്പോർട്സ് മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടതിന് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കണം. അത് കേരളത്തിൽ നമുക്കൊരു പിന്നെ മെഡൽ തന്നെ മേടിക്കാൻ സാധ്യതയുള്ള അത്രയും കഴിവുള്ള കുട്ടികൾ ഇന്ന് വയനാട്ടിലുണ്ട്. പഴശ്ശിരാജയുടെ ചിത്രീകരണത്തിൽ 50ഓളം ആൾക്കാർ കുടുംബത്തിൽ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞു. വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു? അതെ, വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഏട്ടനാണ് അത് പിന്നെ ഷൂട്ടിങ്ങിന്, അതായത് ഇതില് മമ്മൂട്ടിയെയും പത്മപ്രിയനും അമ്പെയ്ത്ത് പഠിപ്പിക്കാൻ പോയിരുന്നു. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പഠിക്കുന്നതാണോ അതോ പ്രത്യേകിച്ച് പരിശീലിച്ചതാണോ? പ്രത്യേകിച്ച് പരിശീലിച്ചതാണ്. അമ്പെയ്ത്ത് ഞങ്ങളെ കുറിച്ച് സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ന് അത് അറിയാത്തൊരാരുമില്ല. പിന്നെ എല്ലാ വീടുകളിലും ഈ സാധനമുണ്ട്. എല്ലാ വീടുകളിലുണ്ട്. അത് അവര് പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ അന്ന് സ്ത്രീകളൊന്നും അങ്ങനെ പഠിക്കാറില്ലായിരുന്നു. ഇപ്പൊ എല്ലാ സ്ത്രീകളടക്കം അറിയാം. ഈ ലിറ്ററേച്ചർ എടുത്ത് പഠിച്ച സാഹിത്യത്തിനോടുള്ള ഒരു വാസന കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും. രാഷ്ട്രീയമായ ഒരു ചിന്ത എപ്പോഴെങ്കിലും പഠിക്കുന്ന സമയത്ത്, അതായത് ഞാൻ ചോദിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മനസ്സിലുണ്ടായിരുന്നു? ഇല്ലില്ല, രാഷ്ട്രീയമായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണ പ്രത്യേകിച്ച് എൻ്റെ വാർഡില്, എൻ്റെ വീടിരിക്കുന്ന വാർഡില് ഒരു റിസർവേഷൻ സീറ്റ് വന്നപ്പോൾ മത്സരിക്കാൻ വേറൊരാളായിരുന്നു ഞങ്ങൾ കണ്ടെത്തിയിരുന്നത്. പക്ഷെ എന്താ പറയുക, നിയോഗമായിരിക്കാം ഞാൻ അവിടെ വന്ന. അവര് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ആണല്ലോ, ചില കാരണങ്ങൾ കൊണ്ട് ചില വ്യക്തികൾ പോയി. അപ്പം വേറൊരാളെ പിന്നെ ഇവിടെ പരിഗണിക്കാൻ അവരെല്ലാവരും കൂടി എന്നെയാണ് നിർബന്ധിച്ച് നിർത്തിയത്. ഞാൻ ആദ്യ കാലങ്ങൾക്ക് പിന്നെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എതിർത്തിരുന്നു. പക്ഷെ എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം നിന്ന് പോയതാണ്. എന്തായാലും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വളരെ ശക്തമായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, 20 അംഗ മന്ത്രിസഭയിലെ ഏക വനിതാ പ്രതിനിധി എന്നുള്ള നിലയിൽ പരിമിതികളുണ്ടോ അതോ അതുകൊണ്ട് ഗുണങ്ങളുണ്ടോ? എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഗുണമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും നല്ല പാരമ്പര്യവും പിന്നെ ഒരുപാട് തവണ മിനിസ്റ്റേഴ്സ് ആയ ആളുകളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതല്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ചെല്ലുന്നത്. എനിക്ക് എത്ര പരിചയക്കുറവൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അവരെന്നോട് കാണിക്കാണ്ട് ഇപ്പം നമ്മളൊരു ആവശ്യം ഏത് മിനിസ്റ്റർ അടുത്ത് ചെന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം ചെയ്തു. അതൊരു എന്നെ സംബന്ധിച്ചൊരു എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹവും അതോടൊപ്പം ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഇന്നേ വരെ ഒരാളെടുത്ത് പോയിട്ട്, ഒരു മിനിസ്റ്റർ അടുത്ത് പോയിട്ട് എനിക്കൊരു കാര്യം സാധിക്കാണ്ട് വന്നിട്ടില്ല. കൂടുതൽ പ്രവർത്തിക്കുന്നതിന് തീർച്ചയായിട്ടും അത് വലിയ സഹായം. പിന്നെ അതൊരു വലിയൊരു പ്രചോദനമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നമ്മുടെ ആവശ്യം, നമ്മുടെ മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലേന്റെ, അതുമല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഒരു ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ ഏത് മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും പിന്നെ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും. ഓണക്കാലമാണ്. വയനാട്ടിലെ ഓണത്തിനെ കുറിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 200 ഓണമൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ്. 200 പേരും പിന്നെ എന്താ ഒന്നിച്ചാണ്. അല്ലാണ്ട് ഞങ്ങള് പിന്നെ തറവാടൊക്കെ ഉണ്ട്. തറവാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ 200 പേര് ഓണം ആഘോഷിക്കുന്നു 4-5 ദിവസം. എന്തായാലും ഈ ഓണത്തോണിയിൽ ഈ വള്ളത്തിൽ കയറുമ്പോൾ മാഡം പറഞ്ഞു, എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത്. എനിക്ക്
നല്ല പേടിയുണ്ട്. അതിനെക്കുറിച്ചൊരു സംഭവം പറഞ്ഞു. എനിക്ക് പേടിയുണ്ടാവാനുള്ള കാരണം മാഡം 2 കുട്ടികളുടെ മരണം കാണേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കൂടെ കയറിയിരിക്കുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. ഒരു കാര്യം സത്യമാണ്, രാഷ്ട്രീയ പരിഗണനയോടുകൂടിയല്ല, മാനുഷിക പരിഗണനയോടുകൂടിയാണ് ഈ വള്ളത്തിൽ കയറിയത് ഉൾപ്പെടെ. മാനുഷിക പരിഗണനയോടുകൂടിയാണ് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ തവണയും നമ്മൾ പറയാറുണ്ട്, കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, അവർ 5 വർഷം ഭരിച്ചിട്ട് അവർ പോവും, കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും എന്ന് പറയാതെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു മന്ത്രി നമുക്ക് ഉണ്ടായതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഈ 20 മന്ത്രിമാരുടെയും സപ്പോർട്ടോടു കൂടി.